Meet the editors. നമസ്കാരം. മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുകയാണ്. മാസപ്പടി വിവാദത്തിൽ ED അന്വേഷണവും SFIO അന്വേഷണം തുടരുന്നതിനിടെയാണ് ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തേക്കും. എക്സാലോജിക്കിനും KSIDCക്കും CMRലിനും ഉടൻ നോട്ടീസ് നൽകും. ED അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. പ്രതിപക്ഷ പാർട്ടികളെ, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ നേരിടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. കൂലിക്ക് പണിയെടുക്കുകയാണ് ED എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഇന്ത്യ ഗവൺമെന്റിനെതിരെ നിലപാടുകളെടുക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ തലങ്ങും വിലങ്ങും കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള ഇടപെടലുകൾ നടക്കുന്നു. ഈടിന്റെ കാര്യം കൂലിക്ക് പണിയെടുക്കുന്നല്ലേ? രാജ്യത്തെ വിശ്വാസത തകർന്നു പോയി എന്ന് സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും ഈ പറയുന്ന ED രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് ആരെയും ലക്ഷ്യം വെക്കാം. ആ ലക്ഷ്യം വെക്കുന്നത് ആരാണെന്നുള്ളതാ ചോദ്യം. കൂലിക്ക് പണിയെടുക്കുകയാണ്, അതാണ് കൂലിപ്പണിയാണ്, BJPക്ക് വേണ്ടിയാണ്. EDയുടേത് കൂലിപ്പണിയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് EDയുടെ വേഗം കൊണ്ടിട്ട് എന്ത് തോന്നുന്നു? EDയുടേത് കൂലിപ്പണിയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. നോക്കൂ, ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു കേസുണ്ട് എന്ന അഭിപ്രായമാണ് എനിക്ക് ആദ്യം മുതൽ തന്നെ ഉള്ളത്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡി ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് പണം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ആ സേവനം നൽകാതെ പണം കൈപ്പറ്റിയിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കേസുണ്ട്, അത് അന്വേഷിക്കപ്പെടണം, അതിൻ്റെ വസ്തുതകൾ പുറത്തു വരികയും വേണം. ആ അർത്ഥത്തിൽ ഒരു കേസുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ നിലപാട്. ആ കേസിൽ ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് SFIOയുടെ അന്വേഷണമാണ്. SFIOയുടെ അന്വേഷണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് 2 ഹർജികൾ കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും വന്നു. അതിൽ കർണാടക ഹൈക്കോടതിയാണ് ആദ്യം തന്നെ SFIOയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് ഉത്തരവിട്ടത്. അതുകൊണ്ട് ആ വിധി പ്രസ്താവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉന്നയിക്കാം. അവിടെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള അരവിന്ദ് കാമത്താണ് അന്ന് യൂണിയൻ ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരായത്. അദ്ദേഹം അവിടെ പറഞ്ഞത് SFIO തന്നെ ഈ കേസ് അന്വേഷിക്കണം എന്നാണ്. ആദ്യത്തെ കണ്ടൻഷൻ എന്താണ്? എക്സാലോജിക്കിൻ്റെ ഒന്ന് ROCയുടെ ഒരു അന്വേഷണം നടക്കുന്നു, രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ അന്വേഷണം നടക്കുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ വരും SFIO വരുമ്പോൾ. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടൻഷനായി വന്നത്. അതിന് കാമത്ത് പറയുന്നൊരു കാര്യം, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഫിനാൻഷ്യൽ ഫ്രോഡാണ് അന്വേഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസിന് മറ്റൊരു സ്വഭാവം വന്നിരിക്കുന്നു. അതിന് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്നത്? അതിനകത്ത് 3 കക്ഷികളുണ്ട്. ഒന്ന് CMRL, 2 KSIDC, 3 എക്സാലോജിക്ക്. 135 കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. 1,72,00,000 രൂപയുടെ അഴിമതി മാത്രമല്ല ഈ കേസ്, 135 കോടി രൂപയുടെ അഴിമതിയാണ് നടക്കുന്നത്. ആ അഴിമതിയെ സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് അന്വേഷിക്കാൻ പരിമിതികളുണ്ട്. അതുകൊണ്ട് SFIO തന്നെ അന്വേഷിക്കണം. എന്നിട്ട് അദ്ദേഹം SFIO എന്താണ് എന്ന് പറയുന്നുണ്ട്. SFIO എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ബോഡിയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വലിയ അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് SFIO. ഇവിടെ ഇപ്പോൾ ഒരു കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. പോലീസിന് CBIയിൽ നിന്നൊരു പേപ്പർ എടുക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, നിസ്സാരമായി CBIക്ക് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ആ പേപ്പർ എടുക്കാൻ കഴിയും. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസികൾക്കൊരു ഹയറാർക്കി ഉണ്ട്. SFIOയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല. മൾട്ടി ഡിസിപ്ലിനറി ബോഡി ആയതുകൊണ്ട് തന്നെ മൾട്ടി ഡിപ്പാർട്ട്മെൻ്റൽ കറസ്പോണ്ടൻസ് നടത്താൻ അവർക്ക് എളുപ്പമാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഏത് പേപ്പറും വിളിച്ചു വരുത്താനുള്ള അധികാരമുണ്ട്. അതുകൊണ്ട് ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് കേസ് ആയതുകൊണ്ട് വലിയ അധികാരമുള്ളൊരു ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നാണ് അരവിന്ദ് കാമത്ത് പറഞ്ഞത്. അങ്ങനെയാണ് ഈ കർണാടക ഹൈക്കോടതി SFIOയുടെ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയും ചെയ്തത്. ഇനി SFIOയുടെ അന്വേഷണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? 212 ചട്ടപ്രകാരമാണ് SFIOയുടെ അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൽ ആ ചട്ടപ്രകാരം ഒരു പ്രധാനപ്പെട്ട വകുപ്പുണ്ട്, അത് 2ാം വകുപ്പാണ്. ആ 2ാം വകുപ്പ് ഇംഗ്ലീഷിലാണ്. അതിങ്ങനെ പറയുന്നു: വെയർ എനി കേസ് ഹാസ് ബീൻ അസൈൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ടു ദി SFIO ഫോർ ഇൻവെസ്റ്റിഗേഷൻ, നോ അതർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ പ്രൊസീഡ് വിത്ത് ഇൻവെസ്റ്റിഗേഷൻ in such case, and in case any such investigation has already been initiated, it shall not be proceeded further. ഇത്രയേ ഉള്ളൂ. SFIO ഒരു കേസ് അന്വേഷിച്ച് തുടങ്ങിയാൽ 212 ബാർ 2 പ്രകാരം
യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയോ മറ്റേതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയോ ഒരു അന്വേഷണ ഏജൻസി പിന്നെ ആ കേസ് അന്വേഷിക്കാൻ പാടില്ല. ഇനി ഏതെങ്കിലും ഒരു കേസ് അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തിക്കൊണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും SFIOയ്ക്ക് കൈമാറണം. ഇതാണ് പ്രശ്നം. ഇവിടെ ED വരുമ്പോൾ ഇതിൻ്റെ ഒരു ലംഘനം നടക്കുന്നുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ട് വേണമെങ്കിൽ വാദിക്കാം SFIO അന്വേഷിക്കുന്നത് ഈ പറയുന്ന വലിയ അഴിമതിയാണ്, പ്രിവെൻഷൻ ഓഫ് കറപ്ഷനാണ്. എന്നാൽ ED എന്താണ് അന്വേഷിക്കുന്നത്? ED അന്വേഷിക്കുന്നത് PMLA ആണ്, കള്ളപ്പണം വെളുപ്പിക്കലാണ്. അതുകൊണ്ട് EDക്ക് ഇത് അന്വേഷിക്കാം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയുടെ കണ്ടെത്തലാണ് ആദ്യം വരുന്നത്. എന്താണ് ആ കണ്ടെത്തൽ? സേവനം നൽകിയിട്ടില്ലാതെ പൈസ വാങ്ങിച്ചിരിക്കുന്നുവെന്ന്. അതിനുശേഷം പിന്നെ ROC ആണ് അന്വേഷിക്കുന്നത്. ROC അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ തന്നെ SFIO വന്നു. ഈ ROCയുടെ 3 അംഗ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 6 അംഗങ്ങളാക്കി SFIO വികസിപ്പിക്കുന്നു. എന്നിട്ട് അവർ 8 മാസം കൊണ്ട് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. വേറെ ഒരു ഏജൻസിയും ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷനും നടത്താതെ ED അസ്യൂം ചെയ്യുകയാണ് PMLA ആക്ട് ബാധകമാണ് എന്ന്. ഇപ്പോൾ കരുവന്നൂർ കേസിൽ ED വന്നു. കരുവന്നൂർ കേസിൽ EDക്ക് വരാം. കാരണം എന്ന് വെച്ചാൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ 103 കോടിയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിൽ കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ട് എന്നൊരു ക്ലോസ് വരുന്നതോടുകൂടി പ്രൊസീഡ്സ് ഓഫ് ക്രൈമായി. അതിൽ പിടിച്ചുകൊണ്ടാണ് ED എൻട്രി ചെയ്യുന്നത്. ഇവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. ഇനിയിപ്പോൾ SFIO എന്ത് കാര്യമാണ് സ്ഥാപിക്കേണ്ടത്? 3 കാര്യങ്ങൾ സ്ഥാപിക്കണം. ഒന്ന്, CMRൽ 135 കോടിയുടെ വലിയ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കണം. KSIDC ഇതിനെല്ലാം ഒത്താശ ചെയ്തു എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ ഒത്താശ ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കണം. എക്സാലോജിക്ക് ഈ സേവനം കൊടുത്തിട്ടാണ് ഈ പണം വാങ്ങിച്ചതെന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ പണം കൊടുത്തിട്ടില്ല, സേവനം കൊടുക്കാതെയാണ് പണം വാങ്ങിച്ചതെന്ന് സ്ഥാപിക്കണം. ഈ 3 കാര്യങ്ങൾ അന്വേഷിച്ച് സ്ഥാപിക്കുകയോ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ SFIOയ്ക്ക് ഇത്തരത്തിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് ബോധ്യം വരികയോ ചെയ്താൽ മാത്രമാണ് EDക്ക് എൻട്രി ചെയ്യാൻ കഴിയുക. ED ഇവിടെ ഇത് നേരെ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് PMLA ആക്ട് ഇതിന് ബാധകമാണെന്ന്. നോക്കൂ, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ED ഇങ്ങോട്ട് വരുന്നത് ഇതിനപ്പുറത്തൊരു പൊളിറ്റിക്കൽ ടൂളാണ് എന്ന് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. എൻ്റെ പരിമിതമായ അറിവിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ED ഇപ്പോൾ വരുന്നതിന് സാങ്കേതികമായ ന്യായീകരണങ്ങളില്ല, നിയമപരമായ ന്യായീകരണങ്ങളില്ല. പിന്നെന്താണ് അതിനകത്ത് കാര്യം? അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഉപകരണമായി ED ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇനി ഇതിൻ്റെ മേലിൽ ED ആക്ട് ചെയ്ത് തുടങ്ങുന്നു എന്ന് വിചാരിക്കുക, ആളുകളെ സമ്മൺ ചെയ്യുന്നു, വേണമെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുന്നു. നോക്കൂ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. 2018 ജൂണിൽ ഷോമാ സെൻ എന്ന് പറയുന്ന നാഗ്പൂർ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപികയെ ഭീമ കൊറാഗാവ് കേസുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൻ ചെയ്തു, കസ്റ്റഡിയിലെടുത്തു 2018. 2024 മാർച്ച് 18, അതായത് ഈ മാസം 7 ദിവസം മുമ്പ് അവർക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഈ 6 വർഷക്കാലം വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി, ആരോഗ്യ പ്രശ്നങ്ങൾ വരെ ചൂണ്ടിക്കാട്ടി തനിക്ക് ജാമ്യം നൽകണമെന്ന് അവർ നിരന്തരം വിവിധ കോടതികളിൽ അപേക്ഷിച്ചു. എല്ലാ കോടതിയിലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA അവരുടെ ജാമ്യത്തെ ശക്തിയുക്തം എതിർത്തു. ഈ ഒരാഴ്ച മുമ്പ് അവരുടെ ജാമ്യത്തെ അനുകൂലിച്ചുകൊണ്ട് NIA പറഞ്ഞത് ഇനി ഇവരെ വിടാം, ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നാണ്. ഒരാൾ 6 വർഷം ജയിലിൽ കിടന്നു, ആരും ഇവിടെ ചോദിക്കാനില്ല. ED ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ടല്ലോ, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു. അയാൾ എത്ര കാലം ആ ജയിലിൽ കിടക്കും എന്ന് നമുക്കറിയില്ല. ഇനി ED ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല. ഒരു മനുഷ്യന് 1 വർഷമോ 2 വർഷമോ 3 വർഷമോ EDയുടെ പിടിയിലായി കഴിഞ്ഞാൽ, ജയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്നും ചോദിക്കാൻ ഒരു സാഹചര്യവും ഇന്ത്യയിലില്ല എന്നുള്ളത് വളരെ അങ്ങേയറ്റം ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ജസ്റ്റിസ് ഉണ്ട്. അദ്ദേഹം 23-ാം തീയതി, കഴിഞ്ഞ 4 ദിവസം മുമ്പ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ഒരാളുടെ പുസ്തകം, ഒരു അഭിഭാഷകൻ്റെ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് ഭൂയാൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: PMLA ഈസ് ലൈക്ക് എ ഹോട്ട് പൊട്ടറ്റോ. അതൊരു വളരെ ഗംഭീരമായ വിഷയമാണ്. ഇഫ് ഇറ്റ് ഈസ് ഓവർ എക്സ്പോസ്ഡ്, ഓവർ അപ്ലൈഡ് ഓർ മിസ്യൂസ്ഡ്, there may be a negative perception about the actions of the enforcement directorate. അതായത് ഇതൊരു ബേണിംഗ് ഇഷ്യൂ ആണ്. അവർ ഓവർ എക്സ്പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെടുകയോ ഓവർ യൂസ് ചെയ്യപ്പെടുകയോ ചെയ്താൽ രാജ്യത്ത് ആ ഏജൻസിയെക്കുറിച്ച് നെഗറ്റീവായൊരു ധാരണയുണ്ടാകുമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ആയിട്ടുള്ള ഉജ്ജൽ ഭൂയാനാണ്. എന്തുകൊണ്ടാണ് ഉജ്ജൽ ഭൂയാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയല്ലേ. അദ്ദേഹം ഇങ്ങനെ പറയേണ്ടി വരുന്നതിനൊരു രാഷ്ട്രീയ ദേശീയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നിയമവിദഗ്ധൻ, നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിന്യായ പീഠത്തിലെ ഒരു പ്രധാനപ്പെട്ട ജസ്റ്റിസ് പറയുന്നു ഇത് അപകടകരമാണ് എന്ന്. സത്യത്തിൽ അദ്ദേഹം അത് വളരെ പൊതിഞ്ഞു വെച്ച് പറയുകയാണ്. യഥാർത്ഥത്തിൽ ആ പറച്ചിലിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ED ഒരു രാഷ്ട്രീയ ഉപകരണമാണ്
വ്യക്തമാവുകയും എക്സാലോജിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ED വരട്ടെ എന്ന നിലപാടെടുക്കുകയും ചെയ്യാൻ കഴിയില്ല നമുക്ക്. കാരണം ഈ രണ്ട് നിലപാടുകളുമായി ഒരു വിഷയത്തെ സമീപിക്കാൻ കഴിയില്ല. ED ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ രീതിയിൽ പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ സാങ്കേതികമായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. EDക്ക് ഒരു ഏതാ പറയുക, ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ നിയമ സംവിധാനത്തിനകത്ത് നിയമം പറയുന്ന ചട്ടപ്രകാരം EDക്ക് എൻട്രി ചെയ്യാൻ ഒരു സ്കോപ്പുമില്ലാത്തൊരു സ്ഥലത്ത് ED എൻട്രി ചെയ്തിരിക്കുമ്പോൾ നാളെ അവർക്ക് ആരോടും ഉത്തരവാദിത്വം പറയാതെ തന്നെ ഇത് പിൻവാങ്ങുകയും ചെയ്യാം. അങ്ങനെ പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതായത് ഈ സമയത്തിനിടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വലുതാണ്. അതിന് ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല. അപ്പോൾ ആ രീതിയിൽ EDയെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പുതിയ രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഒരു കാരണവശാലും EDക്ക് എൻട്രി ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. ആ കേസ് ഉണ്ട്, ആ കേസ് അന്വേഷിക്കപ്പെടുന്നുമുണ്ട്. ആ അന്വേഷണം പൂർത്തിയാകട്ടെ, അല്ലെങ്കിൽ ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് EDക്ക് കയറി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ ആ ക്ലോസ് ആയിട്ട് ബന്ധപ്പെട്ട് അത് വരട്ടെ. അല്ലാത്ത ഒരു സംവിധാനത്തിൽ ED വരുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം രാഷ്ട്രീയമായ പകപോക്കൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ശരി നികേഷ്. നോക്കിവിടെ ഉണ്ണി പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി SFIUയുടെ 467 എന്ന ഷെഡ്യൂൾഡ് ഒഫൻസ് പ്രകാരം EDക്ക് അതിൻ്റെ അന്വേഷണ ഘട്ടത്തിൽ വരാം. സാങ്കേതികമായി അത് സാധ്യമാണ്. ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ക്രിമിനൽ നിയമപ്രകാരമുള്ള ചില ഷെഡ്യൂൾഡ് ഒഫൻസ് ഉണ്ട്. ആ ഷെഡ്യൂൾഡ് ഒഫൻസ് ഇപ്പോൾ നമുക്കെതിരെ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അത് ഷെഡ്യൂൾഡ് ഒഫൻസായി EDക്ക് കാണാമെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമാന്തരമായി തന്നെ ED അന്വേഷണവുമാകാം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു സാങ്കേതികമായ ന്യായം EDയുടെ. നോക്കൂ, ആ സാങ്കേതിക ന്യായം അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം? സാധാരണഗതിയിൽ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകൾ എടുക്കുക കേരളത്തിലെ, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ പറയുന്ന അന്വേഷണ ഏജൻസികളുടെ ഒരു കേസോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള രാഷ്ട്രീയ വിവാദവും ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ SNC ലാവലിൻ എടുത്താലും, അതുപോലെ തന്നെ ബാർ കോഴ എടുത്താലും, അതുപോലെ തന്നെ സോളാർ കേസ് എടുത്താലും, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി വന്നിട്ടുള്ളത് എന്താണ്? ഈ ഈന്തപ്പഴത്തിൻ്റെ കുരു എടുത്തു മാറ്റി അതിൽ സ്വർണം കടത്തിയെന്നും, ഖുറാൻ്റെ പുറംചട്ട മാത്രം നിലനിർത്തി അതിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തിയെന്നും, പിന്നെ ഒട്ടേറെ നമുക്ക് ഒരുപക്ഷെ സാധാരണഗതിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒട്ടേറെ കാര്യങ്ങൾ, വലിയ ആരോപണങ്ങളായി ഉയർന്നു വരികയും തെരഞ്ഞെടുപ്പിൽ അത് പ്രയോഗിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. 2021 എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണേണ്ട കാര്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. അതായത് പിണറായി വിജയൻ്റെ മകളുടെ എക്സാലോജിക് എന്ന കമ്പനി CMRL നിന്ന് യാതൊരു സേവനവും നൽകാതെ പണം വാങ്ങി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ BJPക്കോ അല്ലെങ്കിൽ UDFനോ ഉന്നയിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ആക്ഷേപം. ആ ആക്ഷേപവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ ED അന്വേഷണത്തിലൂടെ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തിപ്പോൾ അങ്ങനെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു ആക്ഷേപത്തിൽ തുടർ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പോകണം എന്ന് എന്തിന് കരുതണം? ഈ ആക്ഷേപം ഉന്നയിക്കുന്നവർ, അവരെ സംബന്ധിച്ചിടത്തോളം SFIO അന്വേഷണമുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ED അന്വേഷണം സാധ്യമാണ്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഈ പറയുന്ന ED അന്വേഷണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മാധ്യമങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇനി CBI അന്വേഷണം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ CBI നോക്കൂ, ഇതാണ് രാജ്യത്ത് മുഴുവനായും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളോ അല്ലെങ്കിൽ ഹേമന്ത് സോറനെതിരെയോ ഒക്കെ തന്നെയും ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ, തുടർന്ന് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് എന്ത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണോ അതേ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് ഇപ്പോൾ വീണ വിജയനെതിരെയും ഈ പറയുന്ന ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ചിലപ്പോൾ CBI അന്വേഷണം വരാൻ പോകുന്നത്. ഇത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കണ്ടത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുള്ള ഇവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ ഇതിന് കോൺഗ്രസിൻ്റെ പ്രതികരണം എന്താണ്? ഈ ഘട്ടത്തിൽ ഇത്തരത്തിലൊരു ED അന്വേഷണം ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല എന്നുള്ളത്. അല്പം മുമ്പ്, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ 3-4 ദിവസം മുമ്പ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞെന്താണ്? ഇവിടെ ED ഒന്നും വരില്ല കേട്ടോ, ആരും ആശങ്കപ്പെടേണ്ട, ഇത് തമ്മിലൊരു അന്തർധാരയുണ്ട് എന്നുള്ളതാണ്. ഇത് തന്നെയാണ് VD സതീശൻ അടക്കമുള്ളവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ ഇവിടുത്തെ UDF പോലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഇന്നിപ്പോൾ രാജ്യത്ത് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ, ഹേമന്ത് സോറൻ്റെ അറസ്റ്റിനെതിരെ വലിയ നിലയിൽ ജനരോഷം ഉയർന്നു വരുന്നുണ്ട്. ആ ജനരോഷം ഒരുപക്ഷെ ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇപ്പോൾ ഒരു ED അന്വേഷണം വന്നാൽ CPMന് സാധിക്കുമോ, പിണറായി വിജയന് സാധിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ഈ പറയുന്ന
ED അന്വേഷണത്തിൽ നിന്ന് ഇപ്പോൾ UDF ഡിസ്റ്റൻസ് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ കേന്ദ്ര ഏജൻസികൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ റിപ്പീറ്റ് ചെയ്യുകയോ അത് ഏറ്റുപാടുകയോ ചെയ്തിട്ടുള്ളവരാണ് UDF എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റുപാടിയവർ ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുള്ളവർ ഇപ്പോൾ ED അന്വേഷണം വരുമ്പോൾ അതിനെ എന്തിനെ തള്ളിപ്പറയേണ്ട കാര്യം? തെരഞ്ഞെടുപ്പിൽ പുതിയൊരു നറേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് വലിയ നിലയിൽ എതിർക്കപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു. ഒരുപക്ഷെ ഡൽഹി കഴിഞ്ഞാൽ കേരളത്തിലായിരിക്കണം ഏറ്റവും കൂടുതൽ പത്രം വായിക്കുന്ന ആളുകളുണ്ടാവും, മാധ്യമങ്ങൾ കാണുന്ന ആളുകളുണ്ടാവുക. അവരിൽ ഒരു നറേറ്റീവ് രൂപപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ആ വികാരം കേരളത്തിൽ ഉപയോഗിക്കപ്പെട്ടു പോകുമോ എന്നുള്ള ആശങ്കയാണ് യഥാർത്ഥത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 136 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതാര്? ഞാൻ ആദ്യത്തെ ചർച്ച മുതൽ ഇവിടെ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ഞാൻ വിചാരിക്കുന്നില്ല ഇപ്പോൾ ED അന്വേഷണം വരുമ്പോൾ ED അന്വേഷണം ഈ പറയുന്ന 1.72 കോടിയുടേതാണ് എന്ന്. ഈ 1.72 കോടിയുടെ കാര്യത്തിനകത്ത് എന്താ സാധിക്കുക? 1.72 കോടിയുടെ കാര്യത്തിനകത്ത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് കൊണ്ട് മുഖാന്തരം ഇടപാട് നടത്തി അതിൽ സേവനം റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള ഒറ്റ വിഷയമുള്ളൂ. സേവനം റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് സേവനം കിട്ടി എന്ന് CMRL പറയുന്നു, ഞാൻ സേവനം കൊടുത്തു എന്ന് എക്സാലോജിക്ക് പറയുന്നിടത്ത് ആ കാര്യം അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, ഇനി സേവനം കിട്ടിയാലും ഇല്ലെങ്കിലും. പക്ഷേ 136 കോടിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. മാധ്യമപ്രവർത്തകർക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് എന്താ വിഷയം നമ്മുടെ മുന്നിലുള്ളത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണ്? കോൺഗ്രസിൻ്റെ അക്കൗണ്ട് പരിശോധിച്ച് എക്സംഷൻ കൊടുക്കാതിരുന്നതിന് പ്രധാന കാരണമായി പറയുന്നത് 14 ലക്ഷം വരെ AICC പണമായി സ്വീകരിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് എക്സ്റ്റെൻഡഡ് ഡെഡ് ലൈൻ ഡിസംബർ 28 വരെ ആയിരുന്നു. ആ ഡിസംബർ 28 മുമ്പ് ഇവർ ആ ഡെഡ് ലൈൻ പ്രകാരം മറുപടി കൊടുത്തില്ല എന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് 135 കോടി രൂപ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ വായിച്ചതാണ്. ഇറ്റ് ഓൾസോ ഫെയിൽ ടു മീറ്റ് അനദർ റിക്വയർമെൻറ്റ് റിലേറ്റഡ് ടു ആക്സെപ്റ്റൻസ് ഓഫ് cash donations above rupees 20,000. The department said the party accepted cash donations of over 14 lakhs, resulting in a loss of its exempt status. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ആദായ നികുതി വകുപ്പിന് എക്സം സ്റ്റാറ്റസ് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി 20,000-ന് മുകളിലുള്ള 14 ലക്ഷം വരെയുള്ള തുക കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്തു? പണമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇവിടെ 136 കോടി രൂപയുടെ കണക്കാണുള്ളത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്നോടൊപ്പമുള്ള മാധ്യമപ്രവർത്തകർ, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ പണം വാങ്ങിയിട്ടുണ്ടോ CMRL കമ്പനിയിൽ നിന്ന്? 2004 മുതലുള്ള കേസ് എന്താണ്? നമുക്കറിയാവുന്നതുപോലെ കരാറിൻ്റെയും കരാറില്ലായ്മയുടെയും, അതായത് അന്ന് 2004 AK ആൻ്റണി സർക്കാർ നൽകിയിട്ടുള്ള അനുമതിയുടെയും അനുമതിയില്ലായ്മയുടെയും മറവിൽ ആറാട്ടുപുഴ, കൊല്ലം തീരങ്ങളിലുള്ള ലോകത്തെ ഏറ്റവും വലിയ കരിമണൽ, ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള കരിമണൽ ഈ പറയുന്ന CMRL കട്ടുമോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കട്ടുമോഷ്ടിച്ചു കൊണ്ടുപോയതിൻ്റെ വാല്യൂ 1000 കോടി രൂപയാണ്. ആ 1000 കോടി രൂപയിൽ 136 കോടി രൂപയുടെ കണക്കുണ്ട് ഇവിടെ. ആ കണക്ക് ആര് കൊടുത്തതാണ്? CMRL കൊടുത്തതാണ്. അത് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് വരെ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. എക്സാലോജിക്കിൻ്റെ കാര്യത്തിനകത്ത് അത് ഉറച്ചു നിൽക്കുന്നില്ല. ആദ്യ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. പക്ഷേ 136 കോടിയുടെ കാര്യത്തിനകത്ത് അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് പണം കിട്ടി എന്ന് രമേശ് ചെന്നിത്തലയും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതിനകത്ത്, മാധ്യമപ്രവർത്തകരുണ്ടെന്ന്. ആ 136 കോടിയുടെ കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് പിടിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ വാദം. ഡോക്ടർ അരുൺ, സ്മൃതി, തീർച്ചയായിട്ടും ഇതൊരു പണിക്കൂലി പോലെ ഒരു കൊട്ടേഷൻ സംഘമായി നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മാറുന്നു എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്. നമ്മളിതിൻ്റെ ഒരു അക്കാദമിക് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 3 അന്വേഷണ ഏജൻസികൾ, പ്രധാനമായും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 3 അന്വേഷണ ഏജൻസികൾ, ഒന്ന് CBI, മറ്റൊന്ന് ED, പിന്നീടൊന്ന് NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഈ 3 ഏജൻസികളും സ്വതന്ത്ര ഭാരതത്തിൽ എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിനെ ഉന്മൂലനം ചെയ്യാൻ ഒരു പാർട്ടിസൺഷിപ്പോടുകൂടി പ്രവർത്തിക്കാനാവുക എന്നുള്ളതിൻ്റെ ഒരു ലഘുചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. 1963 CBI ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിലൂടെ നിലവിൽ വരുമ്പോൾ അതിന് അന്ന് കൽപ്പിച്ചിരുന്ന അർത്ഥമല്ല
1980-കൾക്ക് ശേഷം ഉണ്ടാവുന്നത്. 1980-കൾക്ക് ശേഷം കോൺഗ്രസ് ഇതര സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തുകൊണ്ട് CBI നീങ്ങുന്നു. 1984-ലെ കുപ്രസിദ്ധമായ സിഖ് കലാപമടക്കം, പിന്നീട് വന്ന ബോഫോഴ്സ് കേസുകളടക്കം പാർട്ടിസാൻ പരമായിട്ടുള്ള അഥവാ രാഷ്ട്രീയ പക്ഷപാതിത്വം നിറഞ്ഞ നിലപാടുകൾ സ്വീകരിക്കുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ കുപ്രസിദ്ധമായ ആ വാദം വരുന്നു. ഒരു കൂട്ടിലടച്ച തത്തയെപ്പോലെ CBI നിൽക്കുന്നു. 72 കേസുകൾ UPA കാലത്ത് CBI രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ CBI രജിസ്റ്റർ ചെയ്ത കേസുകളിൽ 29 ഇടങ്ങളിലും അന്ന് കോൺഗ്രസിൻ്റെ മന്ത്രിമാരോ കോൺഗ്രസിൻ്റെ നേതാക്കളോ ഉണ്ടായിരുന്നു. പക്ഷേ 43 കേസുകളിലും പ്രധാനപ്പെട്ട പ്രതികളായിരുന്നത് പ്രതിപക്ഷത്തെ നേതാക്കളായിരുന്നു. പക്ഷേ എന്ന് പേരിനെങ്കിലും ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു CBI അന്വേഷണത്തിന് റഡാറിൽ, അവിടെ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തയാവുന്ന ഘട്ടത്തിൽ പോലും. പക്ഷേ ഇതിനേക്കാൾ അപകടകരമായ രീതിയിൽ അതിനെ ഉപയോഗിച്ച് തുടങ്ങുന്നത് CBI എന്ന അന്വേഷണ ഏജൻസി ഉപയോഗിച്ച് തുടങ്ങുന്നത് കോൺഗ്രസ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പോലും 2014 ശേഷമാണ്. തുടർന്ന് വന്ന 112 കേസുകളിൽ 88% കേസുകളും പൊളിറ്റിക്കലായി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് എന്നതാണ് CBI ഉപയോഗിച്ച് UPAയും അതേപോലെ NDയും നടത്തിയ കേസുകളുടെ കമ്പാരിസൺ പറയുന്നത്. രണ്ടാമത്തെ താരതമ്യത്തിലേക്ക് എത്തിയാൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി അതിനാദ്യം വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്ത് ഫെറ പോലെയുള്ള വകുപ്പുകൾ ചേർത്താണ് അതിനെ ആദ്യം എക്യുപ്പ് ചെയ്തിരുന്നതെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് ഫെറയ്ക്ക് പുറമെ പിന്നീട് കൊഫെപ്പോസ വരുന്നു, കൊഫെപ്പോസയ്ക്ക് പിന്നാലെ ഫെമ വരുന്നു. അതിനുശേഷം പിന്നീട് 2002 കൊണ്ടുവരുന്ന മണി ലോണ്ടറിങ് ആക്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ മണി ലോണ്ടറിങ് ആക്ട് കൊണ്ടുവരുന്നതോടുകൂടിയാണ് അന്നുവരെ പല്ലില്ലാതിരുന്ന ഒരു ഏജൻസിക്ക് പല്ലുണ്ടാവുന്ന ഒരു ഘട്ടമുണ്ടാവുന്നത്. ബാക്കിയുള്ള എല്ലാ ആക്ടുകളും അഥവാ EDക്ക് ഇടപെടാൻ കഴിയുന്ന എല്ലാ നിയമങ്ങളിലും അതൊരു സിവിൽ സ്യൂട്ടായിട്ട് പരിഗണിക്കുമ്പോൾ PMLA ആക്ടിൻ്റെ പരിധിയിൽ നിങ്ങളെ ബുക്ക് ചെയ്തതിൽ അതൊരു ക്രിമിനൽ ഒഫൻസായി പരിഗണിക്കുന്നു. അങ്ങനെ ക്രിമിനൽ ഒഫൻസായി പരിഗണിക്കുന്ന EDക്ക് 2002 പിന്നീട് അതിനെ തുടർന്ന് 2018 എക്കണോമിക് ഫ്യൂജിറ്റീവ് ആക്ട് വരുമ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടാവുന്നു. അങ്ങനെ ഈ മണി ലോണ്ടറിങ് ആക്ടിനെ കൂടുതൽ ശക്തിപ്പെടുത്തി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ കൂടുതൽ ശക്തിയുള്ളതാക്കി മാറ്റുമ്പോൾ CBIക്ക് പോലും കഴിയാത്തത് EDയെ കൊണ്ട് സാധിക്കുന്ന നിലയിലേക്ക് വരുന്നു. അങ്ങനെ ഈ ED നൗ CBI എന്ന ടാഗ്ലൈൻ ഉണ്ടാവുന്നത് 2018-കൾക്ക് ശേഷമാണ്. അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? അവിടെ CBIയിലെ ഉദ്യോഗസ്ഥനെടുത്ത ഒരു FIR, ആ FIRന് ഈ കുറ്റവാളിക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തിക്ക് അവകാശമുണ്ടെന്നിരിക്കെ ആ ECIRൽ അതുപോലും ലഭ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ EDയിലെ കേസ് അന്വേഷിക്കുന്ന ഒരു ED ഉദ്യോഗസ്ഥന് മുന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പ്രധാന തെളിവായി പരിഗണിക്കാമെന്ന നില വരുന്നു. ആ നിലകൾ ഉപയോഗിച്ചുകൊണ്ട് EDയെ കൂടുതൽ കരുത്തോടുകൂടി CBIയേക്കാൾ കൂടുതൽ കരുത്തോടുകൂടി ഉപയോഗിക്കുന്നു. നോക്കൂ, CBI ആദ്യം ഉപയോഗിച്ചിരുന്നത് കേന്ദ്രവിരുദ്ധരായിട്ടുള്ള, കേന്ദ്രത്തിനപ്പുറത്തുള്ള കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട നേതാക്കളെ വേട്ടയാടാനാണെങ്കിൽ ED പൂർണ്ണമായും സർക്കാരിനെ എതിരെ നിൽക്കുന്ന, സർക്കാരിനെതിരെ അഭിപ്രായം പറയുന്ന എല്ലാ നേതാക്കൾക്കെതിരെയും ഉപയോഗിക്കുന്ന ഒരു ഏജൻസിയായിട്ട് EDയെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ 2018 ശേഷം വീണ്ടും EDക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. EDയെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ഡിസെൻറ്റ് ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇപ്പോൾ മറ്റൊരു തലത്തിൽ കൂടി ED ഉപയോഗിക്കുന്നു. അതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അത് ഒരു കൂലി കൊട്ടേഷൻ ഗുണ്ടയായിട്ട്, നമ്മൾ സാധാരണ സിനിമകളിലെ കമ്പാരിസൺ ഉപയോഗിക്കുകയാണെങ്കിൽ കിരീടം എന്ന സിനിമയിൽ കൊച്ചിൻ ഹനീഫ ഉപയോഗിക്കുന്നത് പോലെ പൊളിറ്റിക്കൽ ഹഫ്ത പിരിക്കാൻ വേണ്ടി വരുന്ന കൊച്ചിൻ ഹനീഫയുടെ കഥാപാത്രത്തിൻ്റെ പോലെയായി ED മാറുന്ന അവസ്ഥയുണ്ടാവുന്നു. അന്നത് കൂട്ടിലടച്ച തത്തയായിരുന്നുവെങ്കിൽ ഇപ്പോൾ സ്പെഷ്യലി ട്രെയിൻഡ് ആയിരിക്കുന്ന അൽസേഷ്യൻ ഡോഗ്സായി അന്വേഷണ ഏജൻസികൾ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് തീറ്റയും വളവും നൽകും, അതിന് മാംസം നൽകും, എന്നിട്ട് അതിനെ ട്രെയിൻ ചെയ്യുന്നത് നോക്കൂ. ഭരണകക്ഷിയിൽപ്പെട്ടവരെ ലക്ഷ്യമിടാനല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ ലക്ഷ്യമിട്ട് ഒന്നുകിൽ അവരെ അവരുടെ പാർട്ടിയിൽ നിന്ന് കൂറുമാറ്റി BJPയിലേക്ക് കൊണ്ടുവന്ന് വൈറ്റ് വാഷ് ചെയ്ത് അവരെ നിഷ്കളങ്കരാക്കി പ്രഖ്യാപിക്കും. അതിൻ്റെ ഉദാഹരണം, എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സുവേന്ദു അധികാരി ഇതാ വലിയ കുംഭകോണം തിരിച്ച് BJPയിൽ ചേരുമ്പോൾ ഇല്ലാണ്ടാവുന്നു. ഹിമന്ത ബിശ്വ ശർമ്മ നിഷ്കളങ്കനാക്കപ്പെടുന്നു. മുകുൾ റോയ് EDയുടെ റഡാറിൽ നിന്ന് BJPയിലേക്ക് എത്തുമ്പോൾ നിഷ്കളങ്കനാക്കപ്പെടുന്നു. അങ്ങനെ എത്രയെത്ര, അമരീന്ദർ സിംഗ് പഞ്ചാബിൽ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഏറ്റവും ഒടുവിൽ ഏക്നാഥ് ഷിൻഡെ, അശോക് ചവാൻ, അങ്ങനെ എത്രയെത്ര കേസുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ കേസുകളിലെല്ലാം ED ഉപയോഗിച്ച് പാർട്ടി മാറാൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഒരു ടൂളായി ED ഉപയോഗിക്കുന്നു. അതാണ് ഏറ്റവും അപകടകരം. ഇലക്ട്രൽ ബോണ്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ED ഉപയോഗിച്ച് ആദ്യം റെയ്ഡ് ചെയ്യുന്നു, റെയ്ഡ് ചെയ്ത് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം നേരത്തെ
നേരത്തെ കൊച്ചിൻ ഹനീഫ ചെയ്ത കഥാപാത്രം പോലെ പൊളിറ്റിക്കൽ ഹഫ്ത പിരിക്കാനായി ED ഉദ്യോഗസ്ഥർ ഒരു സാഹചര്യം ഒരുക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. നമ്മുടെ മുന്നിലെ കണക്കുകൾ ഞാൻ 3-4 എണ്ണം പറയാം, നീണ്ട ലിസ്റ്റുണ്ട്, ഞാനത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുപ്രസിദ്ധമായിട്ടുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് റെയ്ഡ് നടക്കുന്നത് ഏപ്രിൽ മാസത്തിൽ, ബോണ്ട് കൊടുക്കുന്നത് ഏപ്രിൽ 7-ാം തീയതി. മേഘ എഞ്ചിനീയറിംഗ് ഒക്ടോബർ മാസം 2-ാം തീയതി റെയ്ഡ് നടക്കുന്നു. ഒക്ടോബർ മാസം 3-ാം തീയതി ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത് പണം കൊടുത്ത് BJPയിലേക്ക് പോകുന്നു. വേദാന്ത ലിമിറ്റഡ് മാർച്ച് മാസത്തിൽ റെയ്ഡ് നടക്കുന്നു. ഏപ്രിൽ മാസം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് കൊടുക്കുന്നു. ഹെട്രോഫാർമ ഗ്രൂപ്പ് ഒക്ടോബർ മാസത്തിൽ റെയ്ഡ് നടക്കുന്നു. ഏപ്രിൽ 2022 ആകുമ്പോഴേക്കും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPയെ സഹായിക്കുന്നു. രശ്മി ഗ്രൂപ്പ് ജൂലൈ മാസത്തിൽ റെയ്ഡ് നടക്കുന്നു. ജൂലൈ 7-ാം തീയതി ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. റെഡ്ഡി ലാബ് നവംബർ 2-ാം തീയതി റെയ്ഡ് നടക്കുന്നു. നവംബർ മാസം 7-ാം തീയതി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് കൊടുക്കുന്നു. ഈ യുണൈറ്റഡ് ഫോസ്ഫറസ് ജനുവരി 2020 ജനുവരിയിൽ റെയ്ഡ് നടക്കുന്നു. 2022 നവംബറിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു, കുറ്റവിമുക്തമാക്കപ്പെടുന്നു. ഇതൊരു നീണ്ട ലിസ്റ്റുണ്ട്. ആ നീണ്ട ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം റെയ്ഡ് നടത്തും, റെയ്ഡ് നടത്തിയതിനു ശേഷം ഭീഷണിപ്പെടുത്തും, പ്രതിയാക്കും, ജയിലിലടയ്ക്കും, ഇലക്ട്രൽ ബോണ്ട് വാങ്ങും, ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരും, മാപ്പ് സാക്ഷിയാവും. ഏറ്റവും ഒടുവിൽ ദില്ലിയിലെ കേസിലും സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. മൂന്നാമത്തെ ഏജൻസി NIA ആണ്. ആ NIA ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് മറ്റു 2 ഏജൻസികളും ഉപയോഗിക്കുന്നതെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾക്കും പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകൾക്കും നേരെ NIA UAP എന്ന നിയമത്തിൻ്റെ പഴുതുപയോഗിച്ചുകൊണ്ട് അവരെ വേട്ടയാടാൻ പോകുന്നു. ഇങ്ങനെ 3 ഏജൻസികളും കൂലിപ്പട്ടാളം പോലെ പണിയെടുക്കുന്നൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൻ്റെ തുടർച്ചയാണ് ഇവിടെ മാസപ്പടി വിവാദത്തിൽ ED കടന്നു വരുന്നത്. EDക്ക് അന്വേഷിക്കേണ്ട വകുപ്പും സ്കോപ്പും എവിടെയാണ് ഉണ്ടാവുന്നത്? FSOയുടെ ഒരു കേസിൻ്റെ പേരിൽ, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ മാത്രം ഒരു അന്വേഷണ ഏജൻസി ഈ കേസിലേക്ക് വരികയാണ്. ഇവിടെ വെളുപ്പിച്ചിട്ടുണ്ടോ? നികുതി പണം അടച്ചിട്ടല്ലേ? ഒറ്റ ചോദ്യമല്ലേ മുൻപിലുള്ളൂ, എന്തു സേവനമാണ് കൊടുത്തത് എന്ന ചോദ്യം അറിയണം. അതാ 2 കമ്പനികളും തമ്മിലുള്ള നിയമപരമായ ഇടപാടെന്ന് CPM പറയുമ്പോഴും SFIO പ്രകാരം കമ്പനി അഫയേഴ്സ് ആക്ടിൽ ഇല്ലീഗൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, കബളിപ്പിച്ച് ഗെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതിൽ KSIDCക്ക് നഷ്ടം വന്നിട്ടുണ്ടോ എന്ന കമ്പനി അഫയേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം നിൽക്കേണ്ട ഒരു കുറ്റകൃത്യത്തെ, ഒരു സിവിൽ ഒരു ഒഫൻസിനെ എങ്ങനെയാണ് ED കടന്നെത്തി ഒരു ക്രിമിനൽ കുറ്റകൃത്യമാക്കി മാറ്റാൻ പോകുന്നത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പ്രതിപക്ഷ നേതാക്കളെ ധാർമ്മികതയുടെ പേരിൽ നിഴലിൽ നിർത്തുന്ന, അവരെ ഭയപ്പെടുത്തുന്ന ഒരു നിലപാടായി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ മാസപ്പടി വിഷയത്തിൽ SFIO വന്നത് നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും EDയുടെ വരവിനെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കണം. അത് CPM മാത്രം പ്രതിരോധിച്ചാൽ പോരാ, EDക്കെതിരെ നിലപാടെടുത്തിരിക്കുന്ന ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണം. ഇല്ലെങ്കിൽ ദില്ലിയിലെ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട പ്രതിരോധം ദുർബലമായി പോകും എന്നതാണ് എൻ്റെ പക്ഷം. ആദ്യത്തെ എൻ്റെ കമൻറ്റ് ഇതാണ്. സ്മൃതി, ശരി, EDയുടേത് കൂലിപ്പണിയോ എന്നുള്ള കാര്യത്തിൽ അങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും സൂചിപ്പിച്ച കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന വിവരങ്ങൾ അതിൽ ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ നാൾ വഴികൾ ഏത് രൂപത്തിൽ അവസാനിച്ചിരിക്കുന്നു എന്നതിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വീണ വിജയൻ്റെ എക്സാലോജിക് കമ്പനിയും വീണ വ്യക്തിപരമായും CMRലുമായി ഉണ്ടാക്കിയ കരാർ, അതാണ് ഈ കേസിന് ആധാരമായിരിക്കുന്നത്. 2016 മുതൽ 2020 വരെയുള്ള സാമ്പത്തിക ഇടപാടുകളാണല്ലോ അന്വേഷണത്തിന് ആധാരമായിരിക്കുന്നത്. ആദ്യം IT ആണ് അന്വേഷണത്തിന് വരുന്നത്. ITയുടെ റെയ്ഡ് വരുന്നു. കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുന്നു. കേരളത്തിനെയും കർണാടകയുടെയും രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, അതായത് ROCമാർ അന്വേഷിക്കുന്നു. വീണയ്ക്കും കമ്പനിക്കും 1.72 കോടി രൂപയുടെ വിനിമയം എന്ന് കണ്ടെത്തുന്നു. ഇൻകം ടാക്സ് പറഞ്ഞത് പണം നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ അതിന് CMRൽ പിഴയടക്കുകയും ചെയ്തു. ഈ അപ്പലേറ്റഡ് ട്രൈബ്യൂണൽ വിധി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് ഒരു പത്രത്തിൽ വന്നത് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ ROCകളുടെ റിപ്പോർട്ട് എങ്ങനെയായിരുന്നു? കേരള ROC റിപ്പോർട്ട് പ്രകാരം വീണയുടെ മറുപടി അവ്യക്തമാണ് എന്നാണ് എഴുതി ചേർത്തിട്ടുള്ളത്. കർണാടക ROC ആകട്ടെ പറയുന്നു, ഈ കള്ളപ്പണ ഇടപാട് നടന്നോ എന്നതിൽ EDയുടെയും CBIയുടെയും അന്വേഷണം വേണ്ടിവരും, അത് അന്വേഷണം ആകാം എന്നുകൂടി എഴുതി ചേർത്തിട്ടുണ്ട് കർണാടക ROC. പക്ഷേ 2023 ഓഗസ്റ്റ് 15
ഈ കർണാടക ROC റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ED പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നൊരു വിവരവും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. 2024 മാർച്ച് 27 ആയിരിക്കുന്നു ഇപ്പോൾ, അതായത് ഏകദേശം 7 മാസമായിരിക്കുന്നു. ഈ EDയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം EDക്ക് അന്വേഷണത്തിന് പാകത്തിലുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പ്രാഥമികമായിരുന്ന ഒരു ചോദ്യം. ഈ 2023 ഓഗസ്റ്റിൽ തന്നെ പ്രാഥമിക പരിശോധന നടത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി എന്ത് സേവനമാണ് നൽകിയത് എന്ന് വ്യക്തമാകാത്ത സാഹചര്യത്തിൽ എക്സാലോജിക് ഒരു ഷെൽ കമ്പനിയാണോ എന്നൊരു പരിശോധന EDക്ക് നടത്താവുന്നതാണ്. ഇപ്പോൾ 1.72 കോടി അത് നൽകാത്ത സേവനത്തിലുള്ള പ്രതിഫലമാണെന്ന് പറയുന്നതിലൂടെ ആ പണം വെളുപ്പിക്കുകയാണ് എന്ന് ചെയ്തിരിക്കുന്നതെന്ന് വാദിക്കാനാകും. അപ്പോൾ അതിന്മേലുള്ള പരിശോധനയും EDക്ക് നടത്താവുന്നതാണ്. 12 കമ്പനികൾ വീണയുടെ കമ്പനിക്ക് സേവനം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതും അന്വേഷണത്തിൻ്റെ പരിധിയിൽ EDക്ക് കൊണ്ടുവരാവുന്നതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ വശം നോക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 14 തുടങ്ങിയ പരിശോധനയ്ക്ക് ഇന്നാണോ കേസെടുക്കേണ്ടത്? അതായത് ഇലക്ഷൻ നടപടികൾ വേഗത്തിലാകുന്ന ഈ ഘട്ടത്തിൽ 7-ാം മാസത്തിലാണോ അന്വേഷണത്തിന് കേസെടുക്കേണ്ടത് എന്നൊരു സംശയം ഉയരുന്നു. രണ്ടാമത് ഈ ചില പ്രതികരണങ്ങൾ, ചില സൂചനകൾ നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളത് ഇതിൽ രാഷ്ട്രീയമായ താല്പര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. അപ്പോൾ ചില കേന്ദ്ര ഏജൻസികൾ ഒരു 10 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ നിർണായകമായ നീക്കം നടത്താൻ പോകുന്നു എന്നൊരു സൂചന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ എയറിലുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അറിയാവുന്നതാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പ്രതികരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥി ഡോക്ടർ സരസുമായുള്ള സംഭാഷണത്തിൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു, സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ, ചില വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്, അതിന്മേൽ നടപടിയെടുക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്കായി ഒരു നീക്കം നടത്തും എന്നുള്ളത്, അതായത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കത് പ്രതീക്ഷിക്കാമെന്നതിൻ്റെ സൂചന പ്രധാനമന്ത്രി തന്നെ ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്ക് നൽകിയാണ്. ഇനി K. സുരേന്ദ്രൻ്റെ പ്രതികരണം നോക്കൂ. K. സുരേന്ദ്രനോട് EDയും കേന്ദ്ര ഏജൻസികളിലും സംബന്ധിച്ച് ചോദ്യങ്ങളൊക്കെ പിൻവലിക്കുകയാണോ? അതായത് ഇവിടേക്ക് ED വരുന്നില്ലല്ലോ എന്നുള്ളത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട വാദമാണ്. ആ കാര്യം പറയുന്ന സമയത്ത് സുരേന്ദ്രൻ പറയുന്നുണ്ട് കൃത്യസമയത്ത് ഇടപെടലുണ്ടാകുമെന്ന്. അപ്പോൾ ആ കൃത്യസമയം എന്നുള്ളത് ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സമയമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സുരേന്ദ്രനറിയാം, പ്രധാനമന്ത്രിക്കറിയാം, അപ്പോൾ BJP അറിഞ്ഞുകൊണ്ട് നടക്കുന്ന നീക്കം തന്നെയാണ് എന്നുള്ള ഒരു കാര്യം വ്യക്തമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ക്ലിഫ് ഹൗസിലേക്ക് ED ഉദ്യോഗസ്ഥർ കയറിപ്പോകുന്ന ഒരു ദൃശ്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തലക്കെട്ട്, അത് പ്രധാനമായും BJP ആഗ്രഹിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയേക്കുമോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ EDക്ക് വേണമെങ്കിൽ വീണ വിജയനെ നോട്ടീസ് അയച്ച് വിളിക്കാം, ഉള്ളിടത്തേക്ക് പോയി ചോദ്യം ചെയ്യാം, ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഏത് രൂപത്തിലാണ് അത് പോവുക എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിനെ ED വിളിപ്പിക്കുന്നുണ്ടല്ലോ, അതും 7ാമത്തെ നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ 7ാമത്തെ നോട്ടീസ് എന്നുള്ളൊരു അപകടകരമായ സമയമാണ് അല്ലേ? കേജ്രിവാളിനെ സംബന്ധിച്ചും 7ാമത്തെ നോട്ടീസിന് ശേഷമാണ് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ മൂക്കിൽ കയറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യമൊക്കെ രാഷ്ട്രീയമായി അങ്ങോട്ടേക്ക് തോമസ് ഐസക് ചോദിക്കുന്നുണ്ട്. അപ്പോഴതും സർക്കാരിൻ്റെ ഒരു നയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണല്ലോ മന്ത്രിയെ പ്രതി ചേർക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളും വേഗത്തിലാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ, ഇവിടുത്തെ മുൻ മന്ത്രിക്കെതിരെ ഒക്കെയുള്ള അന്വേഷണം ആ രൂപത്തിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അത് രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ചോദ്യം കൂടി അവിടെ നിൽക്കുകയാണ്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രൂപത്തിൽ EDയുമായി ബന്ധപ്പെട്ട് ED ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ എന്ന രൂപത്തിൽ തന്നെ വരികയാണെങ്കിൽ അത് രാഷ്ട്രീയമായി പിണറായി വിജയന് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ വാദം ഉന്നയിച്ചിരിക്കുന്നത്, ഇപ്പോൾ കോൺഗ്രസ് ആയാലും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തർധാരയുണ്ട്, BJPയും CPMും തമ്മിൽ അന്തർധാരയുണ്ട്. ഇവിടേക്ക് ED വരില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. ഏത് നേതാവാണ് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ V. മുരളീധരൻ്റെ ഫോൺ കോൾ വരും മുഖ്യമന്ത്രിക്ക്, അതിനനുസരിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ തീരുമാനിക്കും എന്നൊരു പരിഹാസമുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയായി ഇത് വരുമ്പോൾ കോൺഗ്രസിൻ്റെ ആ വാദം അവിടെ ഇല്ലാതാവുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നിപ്പോൾ VD സതീശൻ ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രൂപത്തിൽ പ്രതികരിക്കണമെന്ന് ഇപ്പോൾ അറിയാത്തൊരവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രീയമായി തിരഞ്ഞെടുപ്പിൽ അത് ഏത് രൂപത്തിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. BJPയുടെ മുഖ്യ ശത്രു CPM ആണ് കേരളത്തിൽ എന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ ഒരു സംഭവത്തോടു കൂടി സാധിക്കും. അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് MV ഗോവിന്ദൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അത് മലബാർ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഞാൻ കരുതുന്നു. CAA വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്, കോൺഗ്രസ് എത്രത്തോളം നിലപാടെടുത്തിട്ടുണ്ട്, ഈ 2021 ആസാമിലെ പ്രസംഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി CAA വിഷയത്തിൽ എവിടെ പ്രതികരിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം
ചോദ്യം CPM പ്രധാനമായും ചോദിക്കുമ്പോൾ അവിടെ രാഹുലിന് മിണ്ടാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. രാഹുലിന് മിണ്ടാൻ പറ്റില്ല എന്നൊരു പ്രായോഗിക ബുദ്ധിമുട്ടും അവിടെ നിൽക്കുന്നുണ്ട്. ഹിന്ദു റെഫ്യൂജീസ് ഒക്കെ കേജ്രിവാളിനും രാഹുലിനുമെതിരെ മാർച്ച് നടത്തിയ ഒരു സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ടാണ് ജയറാം രമേശ് മാത്രം ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിലേക്ക് കോൺഗ്രസ് ചുരുങ്ങുന്നത്. അപ്പോൾ ഈ വാദം CPMന് കുറച്ച് ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും. CAA-യുമായി ബന്ധപ്പെട്ട് 4 പൊതുസമ്മേളനങ്ങളാണ് ഇതിനകം CPM നടത്തിയിട്ടുള്ളത്. കോഴിക്കോട് നടത്തി, കണ്ണൂർ നടത്തി, മലപ്പുറത്ത് നടത്തി. അപ്പോൾ കേന്ദ്രം ശ്വാസം മുട്ടിക്കുന്നു എന്നൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെ ഒരുമിച്ച് വിളിച്ചുകൊണ്ട് CPM ഡൽഹിയിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് ഈ വിഷയത്തെ കൂടി കൊണ്ടുവരാൻ സാധിക്കും. കേജ്രിവാളിനൊപ്പം തന്നെ പിണറായി വിജയനും ഇരയാക്കപ്പെടുന്നു എന്ന വാദം CPMന് ശക്തമായി ഉന്നയിക്കാൻ സാധിക്കും. ഇലക്ഷന്റെ തലേ ദിവസം വരുന്നു എന്നിടത്താണ് ഇത് CPMന് നേട്ടമാകുന്നു. ഇതല്ല, ഇതിന് മുൻപായിരുന്നെങ്കിൽ ഇതിലൊരു കേസുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ്. അന്വേഷണ ഏജൻസികൾ വന്നിട്ടുണ്ട്, അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ആ കേസിൽ എപ്പോൾ നടപടിയെടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമായി പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ കേജ്രിവാൾ പിണറായി വിജയൻ ഈ രൂപത്തിൽ അത് ഇക്വേറ്റ് ചെയ്യപ്പെടുകയും ഇലക്ഷന് തലേ ദിവസം എന്നുള്ളത് CPMന് ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യുമെന്നാണ് ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയമായി ഏത് രൂപത്തിൽ എന്നാണ് കരുതുന്നത് MV നികേഷ് കുമാർ? തീർച്ചയായും അത് ആർക്ക് ഗുണം ചെയ്യും എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് സ്വാഭാവികമായും ഇപ്പോൾ നോക്കൂ, CPM-മായി ഒരു അന്തർധാര എന്നൊക്കെ പറയുമ്പോൾ അരിയാഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തർധാര എന്ന്? ചരിത്രപരമായി CPM എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ്? ഇക്കഴിഞ്ഞ 2019, 2024 കാലഘട്ടത്തിൽ ഏറ്റവും കടുത്ത ഹിന്ദുത്വ സമീപനങ്ങളുമായി BJP സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ അതിശക്തമായ നിലപാടെടുത്ത ആരാണ്? ഇപ്പോൾ CAA-യുടെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ CAA എന്ന് പറയുന്നത്. CAA-യുടെ വിഷയത്തിൽ ഇതാ മല്ലികാർജുൻ ഖാർഗെയോട് വാർത്താലേഖകർ ചോദിക്കുന്നു, നിങ്ങൾ അധികാരത്തിൽ വരികയാണ് എങ്കിൽ CAA എടുത്തു കളയുമോ എന്ന്. എനിക്കിപ്പോൾ ഉത്തരം പറയാൻ കഴിയില്ല, ഞാനന്ന് രാത്രി ഉറങ്ങി എഴുന്നേക്കട്ടെ എന്ന നിലപാടാണ് എടുക്കുന്നത്. അക്കാര്യത്തിലൊന്നും ഖണ്ഡിതമായ നിലപാട് കോൺഗ്രസിന് ഇല്ലെന്നേ. 370-ൻ്റെ കാര്യത്തിനകത്ത് 370 എടുത്തു കളഞ്ഞ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ, ഇന്ത്യ ബ്ലോക്ക് അധികാരത്തിൽ വരികയാണെങ്കിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രത്യേക പദവി തിരിച്ചു കൊടുക്കുമോ? ഇല്ല. കോൺഗ്രസിന് അക്കാര്യത്തിലൊന്നും നിലപാടുകളില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇടതുപക്ഷത്തിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. അപ്പോൾ പിന്നെ അന്തർധാര എന്നൊക്കെ പറയുന്നതിലൊന്നും യാതൊരു കാര്യമില്ല. കേന്ദ്രത്തിനെതിരെ BJP ഇതര സംസ്ഥാനങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടിൽ മാതൃകാപരമായ സമീപനം സ്വീകരിക്കുന്നത് കേരള സർക്കാരാണ്, പിണറായി വിജയൻ സർക്കാരാണെന്ന് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് ഗവർണറുടെ കാര്യത്തിൽ കണ്ടു, സാമ്പത്തികമായി ഞെരുക്കുന്ന കാര്യത്തിൽ കണ്ടിരിക്കുന്നു, ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരെയും കോടതിയിൽ പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, BJP-യുടെ കാര്യത്തിനകത്ത് എന്താ ഇലക്ട്രൽ ബോണ്ട് എന്ന കാര്യം. ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് CPM-നെ അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ മടി എന്ന് ഒരിക്കൽ കൂടി ഒന്ന് ആലോചിക്കണം നമ്മൾ, ഈ പാനലിസ്റ്റുകളെല്ലാം തന്നെയും. കാരണം CPM-ആണ് ഇലക്ട്രൽ ബോണ്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ അന്ന് രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സീതാറാം യെച്ചൂരി ഇതിൻ്റെ യഥാർത്ഥ പൊള്ളത്തരം, ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ കൊള്ളയാണ് എന്ന് തുറന്നു കാണിച്ചത്. അതേ CPM-ആണ് സുപ്രീം കോടതിയിൽ പോയി ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അത് പുറത്തു വന്നിരിക്കുകയല്ലേ. നേരത്തെ ഡോക്ടർ അരുൺകുമാർ അതിൻ്റെ റെയ്ഡ് നടന്നത്, പരിശോധന നടന്നത്, അത് കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങി നൽകിയത്, പിന്നീട് ആ പരിശോധന ഇല്ലാതായതിൻ്റെ ലിസ്റ്റ് വായിച്ചില്ലേ? ശരത്ചന്ദ്ര റെഡ്ഡി എപ്പിസോഡ് മാത്രം മതിയല്ലോ. ശരത്ചന്ദ്ര റെഡ്ഡി എപ്പിസോഡ് എന്തൊക്കെയാണ് പൊളിച്ചു കളഞ്ഞത്? ഒന്ന്, അരവിന്ദ് കെജ്രിവാളിനെതിരായ മദ്യനയ അഴിമതി കേസ് തന്നെ പൊളിച്ചു കളഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 41 കമ്പനികളെ എങ്ങനെയാണ് ഈ പറയുന്ന BJP സർക്കാർ ഹഫ്ത വസൂലാക്കാൻ വേണ്ടി ഈ ഭീഷണിപ്പെടുത്തി, റെയ്ഡ് നടത്തി, പരിശോധന നടത്തി, അറസ്റ്റ് ചെയ്ത് വലിയ നിലയിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അക്കാര്യത്തിൽ CPM എടുത്തിട്ടുള്ള നിലപാട്, ലെഫ്റ്റ് എടുത്തിട്ടുള്ള നിലപാട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ആം ആദ്മി പാർട്ടിയും ലെഫ്റ്റും ഈ രാജ്യത്ത് ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJP സർക്കാരിനെതിരെ സമീപനം സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് തന്നെയാണ് ഈ പറയുന്ന ഏറ്റവും ഒടുവിലുള്ള ED അന്വേഷണം എന്ന് പറയുന്നതിൽ നമ്മൾ മടിക്കേണ്ട കാര്യമില്ലെന്നേ. തോമസ് ഐസക് ഇന്ന് ചോദിച്ചത് എന്താണ്? മൂക്കിൽ പൊടിയാക്കുമോ എന്നാണ് ചോദിച്ചത്. അത് തന്നെയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒറ്റ കാര്യം എനിക്ക് അവസാനമായി പറയാനുള്ളൂ. ഈ കാലഘട്ടത്തിൽ പുറത്ത് നടക്കുന്ന നമ്മളെക്കാൾ മഹാന്മാരാണ് ജയിലിൽ പോകുന്നവർ എന്ന് എന്നുവെച്ചാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ജയിലിൽ പോകുന്നവർ എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാൻ. ശരി, നമുക്ക് ഈ രാഷ്ട്രീയമായി എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള ചർച്ച തുടരേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് ഉണ്ണി ബാലകൃഷ്ണൻ, രാഷ്ട്രീയമായി ഇതെങ്ങനെ പ്രതിഫലിക്കും? നോക്കൂ, ഇപ്പോൾ ഇതിനെ വളരെ പെട്ടെന്ന് ആളുകൾ സ്വീകരിക്കുന്നത് ഒരു രീതിയുണ്ട്. ഇപ്പം
കേന്ദ്ര സർക്കാർ ഈ അഴിമതിക്കെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഒരു വിഭാഗം ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അരുണും നികേഷും ഒക്കെ വളരെ കൃത്യമായി സൂചിപ്പിച്ചു എങ്ങനെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സ്റ്റോർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. പല ആളുകളെ പല രീതിയിൽ റെയ്ഡും ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം സമാഹരിക്കുക എന്നുള്ളതായിരുന്നല്ലോ ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞ പരിപാടി. അതിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല, അത് വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥിതിക്ക്. നോക്കൂ, ഇവിടെ ഒരു രാജ്യത്തെ സർക്കാരിനെ താഴത്ത് വീഴ്ത്തിയ റിപ്പോർട്ടാണ് 2014 സിയാൻഡേജ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. 2014 സിയാൻഡേജ് റിപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ UPA സർക്കാരിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി അടിച്ചത്. അത് ഈ 2G സ്പെക്ട്രമായിട്ടും ഈ പറയുന്ന ഈ കോൾ സ്കാം ഉണ്ടല്ലോ, ഈ കൽക്കരി കുംഭകോണം, അതേപോലെ കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ഈ ഓഡിറ്റ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ ഈ സർക്കാർ പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ പ്രചരിക്കപ്പെടുകയും അത് ആളുകൾക്ക് ബോധ്യപ്പെടുകയും അങ്ങനെ ആ സർക്കാർ തന്നെ പുറത്തു പോവുകയും ചെയ്തു. അങ്ങനെ ആ റിപ്പോർട്ടിൻ്റെ ബലത്തിലാണ് 2014 യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത്. കാരണം ജനങ്ങൾക്ക് ഈ സർക്കാർ അഴിമതി സർക്കാരാണെന്ന് ഇതെങ്ങനെയും പോയാൽ മതി എന്നുള്ളതായിരുന്നു. ആ സമയത്താണ് നരേന്ദ്രമോദിയെ പോലൊരു ഒരു ഐക്കൺ ഉയർന്നു വരികയും അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് BJP അധികാരത്തിൽ വരികയും ചെയ്ത 2004 മുതൽ 2014 വരെ BJPയുടെ സാന്നിധ്യം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു റിപ്പോർട്ടാണ് അതിനൊക്കെ വഴിവെച്ചത്. എന്നാൽ ഈ സർക്കാരുണ്ടല്ലോ, ഈ നരേന്ദ്രമോദി സർക്കാർ 2023 വയർ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു, ദ വയർ. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ 3 ഓഡിറ്റ് ഓഫീസേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്തു. CAGയിലെ 3 പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിലുള്ള ആളുകളാണ്, IA and AS. വളരെ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തത്. റീസൺ എന്താണെന്നറിയാമോ? ഒന്ന്, ദ്വാരക എക്സ്പ്രസ് വേയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ കണ്ടെത്തി. അതേപോലെ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടല്ലോ, വലിയ സർക്കാരിൻ്റെ വളരെ പ്രൈം പ്രോജക്റ്റാണ്. ജനങ്ങൾക്ക് ഈ ജീവൻ ഔഷധിയൊക്കെ നൽകുന്ന മരുന്നുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വലിയ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിൽ അഴിമതിയുണ്ട് എന്ന് കണ്ടെത്തി. അപ്പോൾ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൽ വന്ന വലിയൊരു അഴിമതിയെ അവർ റിപ്പോർട്ട് ചെയ്തു. ഭാരത് ആയുഷ്മാൻ എന്ന് പറഞ്ഞ പദ്ധതിയിൽ ഒരു വലിയ അഴിമതിയെ റിപ്പോർട്ട് ചെയ്തു. ഈ 3 ഉദ്യോഗസ്ഥരെയും ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടിട്ടില്ല. ഇന്ന് ഇന്ത്യയിൽ CAG എത്ര കാര്യങ്ങളെ, ഏതൊക്കെ മന്ത്രാലയങ്ങളെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് അന്വേഷിക്കണം. ഈ പറയുന്ന അഴിമതിക്കെതിരായി വലിയ ക്രൂസൈഡ് നടത്തുകയാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വെച്ചിട്ട്. ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളാണ് ആകപ്പാട് അഴിമതി നടത്തുന്നത്. അവർക്ക് ഒരു അധികാരവും ഇല്ലാതിരിക്കുമ്പോഴാണ് അവർ ഈ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ക്രൂസൈഡ് നടത്തുമ്പോൾ ഈ പറയുന്ന മുഖത്ത് നമ്മൾ കണ്ണാടിയൊന്ന് തിരിച്ചും വെക്കണമല്ലോ. ഞാൻ പറയുന്നത് ഈ ഭരണപക്ഷത്തുള്ള ആരും അഴിമതിക്കാരല്ല എന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. ശരി, അതുകൊണ്ടാണ് അവരെ ഒന്നും ED പിടിക്കാത്തത്, CBI അന്വേഷിക്കാത്തത് എന്നൊക്കെ നമുക്കങ്ങ് വിശ്വസിക്കാം. പക്ഷേ സിയാൻഡേജ് റിപ്പോർട്ടുണ്ടല്ലോ, ആ 2 റിപ്പോർട്ടുകളിലൂടെ പുറത്തു വന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ 3 ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്തല്ലോ. ആ ട്രാൻസ്ഫർ ഈ പറയുന്ന ഒരു റിപ്പോർട്ടും പാർലമെൻറ്റിൽ വെക്കുന്നില്ല. CAGയുടെ ഒരു റിപ്പോർട്ടും പാർലമെൻറ്റിൽ വെക്കുന്നില്ല. നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിൽ സ്വന്തം പാളയത്തിലെ അഴിമതി പരമാവധി മൂടിവെക്കുകയും അഴിമതി നടത്തുന്നവരെ സംരക്ഷിക്കുകയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അഴിമതി നടത്തിയിട്ട് തങ്ങളുടെ പാളയത്തിലേക്ക് വരാൻ തയ്യാറാകുന്ന എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് ഈ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന രീതിയിൽ വൃത്തിയാക്കി എടുക്കുകയും അവരെയൊക്കെ നല്ല ആളുകളാക്കി മാറ്റുകയും അവർക്ക് വലിയ അധികാരങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനമാണ് BJP. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന സർക്കാർ ഇപ്പോൾ EDയെ കൊണ്ടുവന്നിട്ട് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിനകത്തൊക്കെ ചില ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാൾ 100 കോടിയുടെ അഴിമതിയല്ലേ കാണിച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് അത് അന്വേഷിക്കപ്പെടാതിരുന്നുകൂടാ? അന്വേഷിക്കപ്പെടണം. ഇതിപ്പം പറഞ്ഞു വന്നപ്പോൾ ഒരു 600 കോടിയുടെ അഴിമതിയോളം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇതെല്ലാം അന്വേഷിച്ചോട്ടെ, അന്വേഷിക്കുന്നതിനകത്തൊന്നും എതിർപ്പില്ല. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ അന്വേഷണത്തിന് പിന്നിലെ ഇൻറ്റൻഷനാണ്. ആ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കൽ മോട്ടീവാണ്. അതായത് രാജ്യത്തെ എതിർ ശബ്ദങ്ങൾ ഇല്ലാതാക്കുക, ഏതെങ്കിലും തരത്തിലുള്ള എതിർ ശബ്ദങ്ങളുണ്ടെങ്കിൽ അപ്പം തന്നെ പിടിച്ച് ജയിലിടുക, ആ ജയിലിടാൻ പാകത്തിൽ ഓരോ അന്വേഷണ ഏജൻസികളെയും പൊളിറ്റിക്കൽ ടൂളാക്കുക. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ രാഷ്ട്രീയമായി എതിർത്തേ പറ്റുള്ളൂ. മറ്റ് കേസൊക്കെ പിന്നെയാണെന്നേ. രാജ്യത്താദ്യം ജനാധിപത്യം പുലരണം, രാജ്യത്താദ്യം ബഹുസ്വരത പുലരണം, നമ്മുടെയൊക്കെ പൗരാവകാശങ്ങൾ ആദ്യം സംരക്ഷിക്കപ്പെടണം. ഈ കാര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെട്ടതിന് അത് ഉറപ്പാക്കുക എന്നുള്ളത് ഒരു ജനത എന്ന നിലയിൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. നമുക്ക് സമൂഹത്തോടൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം, ഭാവി തലമുറയോടൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം. ആ ഉത്തരവാദിത്വമാണ് ആദ്യം നിർവഹിക്കേണ്ടത്. അതിനുശേഷമാകാം മറ്റു കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നിഷ്കളങ്കമായി അഴിമതിക്കെതിരെ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായി അഴിമതിക്കെതിരെ ഒരു ക്രൂസൈഡ്, ഒരു കുരിശ് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാരും കരുതണ്ട. കേന്ദ്ര സർക്കാർ തന്നെ വലിയ അഴിമതിയിലാണ് മുങ്ങിക്കുളിച്ചിരിക്കുന്നത്. അധികാരമുള്ളതുകൊണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം അവർക്ക് പൂഴ്ത്തിവെക്കാൻ കഴിയുന്നു. നാളെ ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരിക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം ഞാൻ കാണുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന പൊളിറ്റിക്കൽ മോട്ടീവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ജനാധിപത്യ വിരുദ്ധമായി ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് ജനത മനസ്സിലാക്കുകയും ജനങ്ങൾ മനസ്സിലാക്കുകയും അവരവരുടെ പൗരാവകാശം നന്നായി വിനിയോഗിക്കുകയും അങ്ങനെ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഏകാധിപത്യ അധികാര കേന്ദ്രങ്ങളെ ഇല്ലായ്മയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ശരി, ഡോക്ടർ അരുൺ.
സ്മൃതി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഓട്ടോണോമിയെ അപകടത്തിലാക്കുന്ന ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ രീതിയെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്. ഭരണത്തിലിരിക്കുമ്പോൾ കേരള പോലീസിനെ ഉപയോഗിച്ച് CPM നടത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടാൻ വിവിധ കക്ഷികൾ വിവിധ ഏജൻസികൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് ഈ ഏജൻസികളിൽ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് വെപ്പണായി ED മാറിക്കഴിഞ്ഞിരിക്കുന്നു. ECIR എന്ന് പറയുന്നത് FIR പോലും നമുക്ക് നൽകുന്ന പൗരാവകാശം ലംഘിക്കുന്ന ഒന്നായി മാറുന്നു. UAP ഉപയോഗിച്ച് സ്റ്റാൻസ്വാമിയെ പോലെയുള്ള വളരെ പ്രായം ചെന്ന് ശരീരം കൊണ്ടും ഒപ്പം തന്നെ നടക്കാൻ പോലും ശേഷിയില്ലാതെ പാർക്കിൻസൺസ് ബാധിച്ച ഒരു വയോവൃദ്ധനെ പോലും കൊലയ്ക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഓട്ടോണമി തിരിച്ചു പിടിക്കുക എന്ന അജണ്ട ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 2022 തോന്നുന്നു സോണിയാഗാന്ധിക്കെതിരെ ED നീങ്ങുമ്പോൾ അന്ന് പാർലമെന്റിന്റെ പുറത്ത് കോൺഗ്രസിലെ പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അന്ന് ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അതായത് തൃണമൂൽ കോൺഗ്രസിനെതിരെ അന്വേഷണം പോകുമ്പോൾ CPM-ഉം കോൺഗ്രസും മാറി നിന്ന് ചിരിക്കുകയും സോണിയാഗാന്ധിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് ഒഴികെയുള്ള മറ്റു കക്ഷികൾ അതൊരവസരമായി കാണുകയും ചെയ്യുന്നത് ഇനിയെങ്കിലും കേരളത്തിലും തുടരുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളുടെ ഓട്ടോണമിയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് പാർട്ടികൾ ഒളിച്ചോടുന്നുവെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് വലിയ അപകടത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് ഇനിയും കേരളത്തിലെ പ്രതിപക്ഷത്തിന് ചുരുങ്ങിയ പക്ഷം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഒരേ സമയം അരവിന്ദ് കെജ്രിവാളിനെതിരെ ED വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജന്തർ മന്ദറിൽ പോവുകയും രാംലീല മൈതാനത്ത് പോവുകയും എന്നാൽ മാസപ്പടി വിഷയം വരുന്ന സമയത്ത് ആശങ്കപ്പെടുകയും ചെയ്യുന്നത്. ഇവിടെ വേദനിക്കുന്നൊരു പ്രതിപക്ഷത്തെയാണ് കാണുന്നത്. എന്തുകൊണ്ട് ED വരുന്നില്ല? എന്തുകൊണ്ട് ED വന്ന് വീണ തൈക്കണ്ടിയിലെ അറസ്റ്റ് ചെയ്യുന്നില്ല? മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് EDക്ക് വരാൻ ഭയമാണ് എന്ന് ആശങ്കപ്പെടുന്ന പ്രതിപക്ഷം അന്വേഷണ ഏജൻസികളുടെ ഓട്ടോണമിയെ സംരക്ഷിച്ചു പിടിക്കുക എന്ന ചരിത്രപരമായ രാഷ്ട്രീയ ദൗത്യത്തെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറയും. അതിൻ്റെ അർത്ഥം മാസപ്പടി വിഷയത്തിൽ കേസുകളില്ല എന്നല്ല, അത് അന്വേഷിക്കുന്നത് SFIO ആണ്, രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആക്ട് ആണ്. അതിൽ സേവനം കൊടുക്കാതെ പ്രതിഫലം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഏജൻസി അന്വേഷിച്ചോട്ടെ. പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് ED ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വേട്ടയ്ക്ക് പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണെങ്കിൽ അതിന് കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ വരും കാല രാഷ്ട്രീയം അതിനൊട്ടും അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കാൻ സാധ്യതയില്ല. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ ഇനി വരാൻ പോകുന്നത് എന്താണ്? നോക്കൂ, BJPയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു വരാൻ കഴിയുമോ എന്നതാണ് അവർ നോക്കുന്നത്. അതിൽ ഇനി കരുവന്നൂർ വരും. അതാണ് നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ TN സരസു എന്ന ആലത്തൂരിലെ BJP സ്ഥാനാർത്ഥിയോട് പ്രധാനമന്ത്രി സംസാരിച്ചത്. തെളിവുകൾ പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് അത്രേ. എന്ത് തെളിവുകളാണ് പ്രധാനമന്ത്രിക്ക് കിട്ടിയിട്ടുണ്ടാവുക? PMLA ആക്ട് പ്രകാരം കരുവന്നൂരിൽ സംഭവിച്ചതിൻ്റെ ആദ്യത്തെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട് നമുക്കതിൻ്റെ കോപ്പി കിട്ടിയതാണല്ലോ. അതിൽ ഏതെങ്കിലും പ്രമുഖ നേതാക്കൾക്കെതിരെ അന്വേഷണം ചെന്നെത്തുന്ന ഒരു ലക്ഷണവും നമ്മൾ കണ്ടില്ലല്ലോ. AC മൊയ്തീനെതിരെ ആ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രത്തിൽ ഇല്ലല്ലോ. ഇതുകൂടാതെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതൊരു സൂചനയാണ്. ഇനി വരാൻ പോകുന്നത് AC മൊയ്തീനിലേക്കാണ്. ഇനി തെരഞ്ഞെടുപ്പിന് മുൻപിലേക്ക് അടുത്ത സമൻസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു തോമസ് ഐസക്കിലേക്കാണ്. ഇനി വരാൻ പോകുന്നത് വീണ തൈക്കണ്ടിയിലേക്കും ക്ലിഫ് ഹൗസിലേക്കുമാണ്. അങ്ങനെ കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുക. അതിൻ്റെ ലക്ഷ്യം തീർച്ചയായും BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അത് പ്രതിപക്ഷമാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഈ ED വിഷയത്തിൽ, മാസപ്പടി വിഷയത്തിൽ ED വരുന്നതിനെ സ്വാഗതം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവർ പ്രതിനിധീകരിക്കുന്ന അവരുടെ ഉത്തരവാദിത്വത്തെ അവർ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ ഇത് വളരെ ഒരു ആശങ്കയുണ്ടാകും. ഞാനിപ്പോൾ വടകരയിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ വടകരയിൽ ചർച്ച ചെയ്യുന്ന വിഷയം നോക്കൂ, കോവിഡ് കാലത്തെ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. യഥാർത്ഥത്തിൽ അതാണോ കേരളം ചർച്ച ചെയ്യേണ്ട വിഷയം എന്നുള്ളത് എനിക്കിപ്പോഴും ആശങ്കയുണ്ടാക്കുന്നൊരു വിഷയമാണ്. ഇന്ത്യ മുന്നണി ദുർബലമാക്കുന്നത് സംസ്ഥാനങ്ങളിൽ സൗഹൃദ മത്സരത്തിന് ഇറങ്ങി പരസ്പരം റദ്ദാക്കുന്ന ഇത്തരം പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റുകളാണ്. കേരളത്തിൽ ഇത് എന്താണ് ലക്ഷ്യമിടാൻ പോകുന്നത്? കേരളത്തിൽ പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കണം. ആ പൊളിറ്റിക്കൽ സ്പേസിലേക്ക് BJP അവരുടെ എല്ലാ
ആയുധങ്ങളും ഉപയോഗിക്കുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ച് വരുമ്പോൾ അവരുടെ പൊളിറ്റിക്കൽ മൊറാലിറ്റി എന്ന് പറയുന്ന ഒരാശയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാതിരിക്കുക? ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യുന്നത് ബുദ്ധിമുട്ടായി തീരും. കാരണം ഇലക്ട്രൽ ബോണ്ട് ചർച്ച ചെയ്യുമ്പോൾ CPM ഒഴികെ ബാക്കിയുള്ള കക്ഷികൾക്ക് ശബ്ദിക്കാൻ കഴിയുന്നില്ല. അവരും അതിൻ്റെ പങ്ക് പറ്റിയിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തിൽ BJPയും കോൺഗ്രസും ഏകദേശം ഒരേ തട്ടിൽ നിൽക്കുന്നുവെന്ന പ്രതീതി ജനിപ്പിക്കപ്പെടും. മറുഭാഗത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം എന്നുള്ളത് കേരളത്തിലൊരു വലിയ ചർച്ചയായി മാറും. അങ്ങനെ വന്നാൽ എന്താണ് നിങ്ങൾ മറക്കുക? നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് മറക്കും. നിങ്ങൾ എന്താണ് മറക്കുക? CAA മറക്കും. സ്വാഭാവികമായുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്ന സാഹചര്യം ഉണ്ടാവും. 13% നിന്ന് 20%ലേക്ക് BJPയുടെ വോട്ട് ഷെയർ കൂട്ടാൻ ചുരുങ്ങിയ പക്ഷം തൃശ്ശൂരിലെങ്കിലും ഒരു സ്ഥാനാർത്ഥി വിജയിപ്പിച്ചെടുക്കാൻ BJP ഉപയോഗിക്കുന്ന അവസാനത്തെ പൊളിറ്റിക്കൽ ടൂളാണിത്. പക്ഷേ ഇത് കോൺഗ്രസ് ഇതിനെ ദുർബലപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും BJPക്ക് ഒരു സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ഒരു കാര്യം കൂടി ഞാനൊന്ന് കൂട്ടിച്ചേർത്തോട്ടെ. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബ്ലൂംബർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം 60,000 കോടി രൂപയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിച്ചിട്ടുള്ളത്. അതിനകത്ത് 30,000 കോടി രൂപ BJP ആണ് ചെലവഴിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്കുകൾ വരികയാണ്. ഏതാണ്ട് 2000 ചില്ലുവാനം കോടിയാണ് BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത്. 2018-19 കാലഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലാണല്ലോ SBI ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ 30,000 കോടി രൂപ BJP ചെലവഴിച്ചപ്പോൾ 2000 ചില്ലുവാനം കോടിയാണ് ആകെ ഇലക്ട്രൽ ബോണ്ട് മുഖാന്തരം കിട്ടിയിട്ടുള്ളത്. ഇനി അവർ പറയുന്നു പാട്ടപ്പിരിവ് നടത്തിയിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ തന്നെ ഒരു 2,000 കോടി കൂടി കൂട്ടിക്കോ. എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 4,000 കോടി അല്ലെങ്കിൽ 5,000 കോടി. ബാക്കി 25,000 കോടി എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്? ഈ പറയുന്ന കള്ളപ്പണത്തിലൂടെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് അദാനിയില്ല, അംബാനിയില്ല. ഇവരൊക്കെ തന്നെയും നോക്കൂ, ഈ രാജ്യത്ത് എന്താ അരവിന്ദ് കെജ്രിവാളിനെ ഇത്രയുണ്ട് വിരോധം BJPക്ക് തോന്നാൻ കാരണം? ഞാൻ ഇപ്പോഴും കണക്കാക്കുന്ന അരവിന്ദ് കെജ്രിവാൾ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല, ഒരു IRSകാരനായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ, അദ്ദേഹം ഹിന്ദിയിൽ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തുന്ന പ്രസംഗങ്ങളെല്ലാം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരന് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള തീവ്രതയുള്ള പ്രസംഗങ്ങളാണ്. അതിനകത്ത് അരവിന്ദ് കെജ്രിവാൾ പറയുന്നുണ്ട് ഈ അദാനി എന്ന് പറയുന്ന ആൾ യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ട് മാത്രമാണ്, നരേന്ദ്രമോദിയുടേതാണ് ഈ പറയുന്ന സ്വത്തുക്കൾ മുഴുവൻ എന്നാണ്. അതിൻ്റെ ശരിതെറ്റുകളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ കമ്പനികൾ യഥാർത്ഥത്തിൽ അദാനിയുടെയും അംബാനിയുടെയും കമ്പനികൾ BJPയുടെ ATMകളായി മാറിയിരിക്കുന്നു. അപ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ടുള്ള ആക്ഷേപത്തിൽ EDക്ക് പോലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് ഒരു ഉറുപ്പ്യ കൊണ്ടുപോയി എന്ന വാദമില്ല. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ സൈഫൺ ചെയ്ത് വിദേശത്തേക്ക് കടത്തി എന്ന വാദമില്ല. ഉള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആ പണം ഗോവയിൽ ചെലവഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നോക്കൂ, 27,000 കോടി രൂപ കള്ളപ്പണ ഇടപാടിലൂടെ ഈ പറയുന്ന കോർപ്പറേറ്റുകളിൽ നിന്ന് വാങ്ങിയ BJP ആണ് പറയുന്നത് അരവിന്ദ് കെജ്രിവാൾ 100 കോടി രൂപ മോഷ്ടിച്ചിരിക്കുന്നു എന്ന്. നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്മൃതി ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്. അത് വലിയ കള്ളന്മാർ ഒരു പക്ഷത്തും മറുഭാഗത്ത് ഈ പറയുന്ന ലെവൽ പ്ലേയിങ് ഇല്ലാത്ത ഒരു അവസ്ഥയിൽ നിലനിൽക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഈ പറയുന്ന ജനാധിപത്യം തിരികെ കൊണ്ടുവരാൻ, മതേതരത്വം തിരികെ കൊണ്ടുവരാൻ സ്ട്രഗിൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള രണ്ട് വേർതിരിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നോക്കൂ, നമ്മൾ 2014 2024 ആണ് നിൽക്കുന്നത്. 2014 നമ്മൾ ആരെയാ കണ്ടത്? ഇതിൻ്റെയൊക്കെ അപ്പോസ്തലനായിട്ട് അന്നാ ഹസാരെ. ആ കള്ളൻ ഈ അടുത്ത ദിവസം വന്നിട്ട് പറയുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാളിന് ഏതോ തരത്തിലൊരു പെർസെപ്ഷൻ ഉണ്ടാകുന്നു എന്ന് വന്നപ്പോൾ അയാളെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി വരികയാണെന്നുള്ളതാണ്. ഇമാതിരി തൊപ്പിയിട്ട് നടക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അതിനനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ രാജ്യത്തെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും ജനം തിരിച്ചറിയും. ഒറ്റ വരി പറയാമോ ഡോക്ടർ? സമയം കഴിഞ്ഞു. ഒറ്റ വരി പറയാം സ്മൃതി. അതായത് ഈ കേസിൽ ഹൈക്കോടതിയിൽ വീണ പരാതിയുമായി പോകുന്ന സമയത്ത് SFIO കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടിയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് 1.76 കോടി രൂപയുടെ ഇടപാടല്ല SFIO അന്വേഷിക്കാൻ പോകുന്നത്. 135 കോടി രൂപ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കൈപ്പറ്റിയതടക്കം അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുമെന്നുള്ളതാണ്. ഈ EDയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കൾ കുരുക്കിലാകാൻ പോകുന്നത് EDയുടെ അന്വേഷണ റഡാറിൽ സ്വാഭാവികമായും 135 കോടി രൂപയുടെ ബാക്കിയുള്ള ഇടപാടുകൾ വരും. അങ്ങനെയാണെങ്കിൽ പ്രമുഖ നേതാക്കൾ കൂടി EDയുടെ റഡാറിൽ വരും എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്ന ഒരു ആന്റി ക്ലൈമാക്സ്. ആ ആന്റി ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട. ശരി, ആ ചുരുക്കപ്പേരുകളിലേക്ക് കൂടി ED എത്തുമോ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. EDയുടേത് കൂലിപ്പണിയോ എന്നായിരുന്നു നമ്മുടെ ചോദ്യം. യെസ് എന്ന 4 പേരും അഭിപ്രായപ്പെട്ടു.
മീറ്റ് ദ എഡിറ്റേഴ്സിന് നാളെ. നമസ്കാരം. Meet the editors.